വസല്ലം പറയുകയാണ്, ബാദിറു ബിൽ അഅമാലി ഫിതനൻ, ചില ഫിത്നകൾ വരാനുണ്ട്, അതിനു മുമ്പേ നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ മുന്നേറുക. കഖിതഇൽ ലൈലിൽ മുദ്ലിം, രാത്രിയുടെ ഇരുണ്ട കഷ്ണങ്ങൾ വീഴുന്നത് പോലെ ളുൽമുകൾ, ഫിത്നകൾ, അക്രമങ്ങൾ പെയ്തിറങ്ങുന്നതാണ്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത, യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ ഔ യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. രാവിലെ മുസ്ലിമായ ഒരാൾ വൈകുന്നേരം കാഫിറാകും, വൈകുന്നേരം മുസ്ലിമായ ഒരാൾ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെ അയാൾ മുസ്ലിമായിരുന്നു, പക്ഷെ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോഴേക്ക് അയാൾ കാഫിറായിട്ടുണ്ടാകും, ഇസ്ലാം ഒന്ന് പുറത്തു പോയിട്ടുണ്ടാകും. അങ്ങനെ പുറത്താക്കുന്ന എന്തെങ്കിലും ഒരു വാക്കോ കൗലോ പറയുക എന്നുള്ളതാണത്, അല്ലെങ്കിൽ വിശ്വസിക്കുക. യബീഉ ദീനഹു ബിഅർദിൻ മിനദ് ദുനിയ, ദുനിയാവിന്റെ ലാഭങ്ങൾക്ക് വേണ്ടി ദീനിനെ വിൽക്കുന്ന ആളുകൾ. അങ്ങനെ ചില കച്ചവടക്കാരുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ, പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ. അവർക്ക് ദീന് ബിസിനസ്സാണ്. ആ ദീന് ബിസിനസ് ചെയ്യണമെങ്കിൽ തെറ്റായ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അവർക്ക് പ്രചരിപ്പിക്കുകയും വേണം. ഇങ്ങനെ മതം വിൽക്കാൻ താല്പര്യമുള്ള, മതം വിറ്റ് കാശാക്കാൻ താല്പര്യമുള്ള, ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മതം കൈയൊഴിയാൻ സാധിക്കുന്ന ആളുകൾ വരുന്നതാണ്. വമ്പിച്ച ഫിത്നയുടെ കാലഘട്ടമാണത്. ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിരിക്കും. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നത് മുഹ്കമാണ്. ഖുർആനിൽ ഡസൻ കണക്കിന് ആയത്തുകൾ കൊണ്ട് സ്ഥാപിക്കപ്പെട്ടതാണ്. മുഹ്കമായ ആയത്താണ്. പ്രാർത്ഥിക്കാൻ പാടില്ല. എന്നാൽ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ഒരു പദം കൊണ്ടുവന്നിട്ട് ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു, നിങ്ങളുടെ വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ്, പിന്നെ റസൂലാണ്, പിന്നെ വിശ്വാസികളാണ്. അപ്പോൾ വലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായിക്കുക. അപ്പോൾ നാസിറാണ്, സഹായിക്കും. അപ്പോൾ എവിടുന്നും സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതൊന്നുമില്ല. അപ്പോൾ ഇവിടുന്നും സഹായിക്കും, പരലോകത്തുനിന്നും സഹായിക്കും, ഏതവസ്ഥയിലും സഹായിക്കും. അടുത്തുള്ളപ്പോൾ സഹായിക്കുന്നാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല. അപ്പോൾ ദൂരെ ആണെങ്കിലും സഹായിക്കും. ജീവിച്ചിരിക്കുമ്പോൾ സഹായിക്കുന്നതിലുണ്ടോ? ഇല്ല. അപ്പോൾ മരിച്ചാലും സഹായിക്കും. അപ്പോൾ അള്ളയും സഹായിക്കും, നബിയും സഹായിക്കും, ഔലിയാക്കളും സഹായിക്കും. അതുകൊണ്ട് ഇവരോടൊക്കെ പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾ നോക്കൂ, എത്ര വിദൂരമായ വ്യാഖ്യാനത്തിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ മുതശാബിഹിന്റെ പിന്നാലെ ഹൃദയത്തിൽ വക്രതയുള്ള ആളുകൾ, വ്യതിയാന കക്ഷികളൊക്കെ അങ്ങനെയാണ് പോവുക. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫൗലൈക ഹുമുൽ കാഫിറൂൻ, അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കാത്തവൻ കാഫിറാണ്. ഈ ആയത്ത് മാത്രം എടുത്തിട്ട് അതിന്റെ പശ്ചാത്തലം നോക്കൂല, സ്വഹാബത്ത് അതിനെന്ത് വ്യാഖ്യാനാണ് കൊടുത്തത് നോക്കൂല. എന്നിട്ടോ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത് വിധിക്കാത്ത ആളുകളൊക്കെ കാഫിർ, അവരുടെ വക വ്യാഖ്യാനിച്ചു, അവരൊക്കെ തക്ഫീർ ചെയ്തു. അങ്ങനെ ഹാക്കിമുകൾക്കെതിരിലും മുസ്ലിമീങ്ങൾക്കെതിരിലും തക്ഫീർ നടത്തിയിട്ട് ആയുധങ്ങൾ എടുത്തിറങ്ങുന്നവർ. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞില്ലേ, ആയുധവും എടുത്ത് ജാറിനെതിരെ ഇറങ്ങും, നീ കാഫിറാണ്, നീ മുശ്രിക്കാണ്, നീ ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടുണ്ട്. അങ്ങനെ മുസ്ലിമീങ്ങളെ തന്നെ കൊല്ലുന്നു.